അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് കൂടി നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ഓൾ n greater than 1 prove that 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc 1 by n into n plus 1 equal to n by n plus 1. ഇതാണ് അതിൻ്റെ എന്ത് ജനറൽ ടേം. ഈ ജനറൽ ടേമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം? പി ഓഫ് എൻ എന്നുള്ള രീതിയിൽ ഈ തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്രസ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ പി ഓഫ് എൻ ഈക്വൽ ടു, ചില കുട്ടികൾ ചെയ്യാനുള്ള ഡൗട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഈ 1.2 എന്ന് എഴുതുമ്പോൾ വിചാരിക്കും 1.2 ആണെന്ന് വിചാരിക്കും. അത് 1.2 അല്ല, 1 into 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാറുണ്ട് പലർക്കും. 1.2 അല്ല, 1 into 2 എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ എടുക്കാൻ, കൺസിഡർ ചെയ്യാൻ. അപ്പോൾ പി ഓഫ് എൻ ഈക്വൽ ടു എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc plus 1 by n into n plus 1 that's equal to n divided by n plus 1. ചിലർക്കൊക്കെ ഇതിങ്ങനെ കുറേ രീതിയിൽ എഴുതുമ്പോൾ വല്ല മടിയൊക്കെ തോന്നുന്നേ. ഇത് കുറച്ച് എഴുതാനുള്ള കാര്യം സിമ്പിളാണ്, പക്ഷെ കുറച്ച് എഴുതാനുണ്ടെങ്കിലും കാര്യം സിമ്പിളാണ്. ഫുൾ മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ എക്സാമിന് ഞാൻ ആദ്യത്തെ നമ്മുടെ വീഡിയോ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തുടക്കത്തിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ തൊട്ട് വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക. കൃത്യമായി പറഞ്ഞാൽ 8 മാർക്ക് വരെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വർഷത്തെ നമ്മളെ ബോർഡ് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി പി ഓഫ് എൻ ഈക്വൽ ടു എന്ത് എഴുതി? എൻ്റെ ടൈം എഴുതി. ഇനി നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? പി ഓഫ് 1 എന്ത് ചെയ്യും? പ്രൂവ് ചെയ്യും. പി ഓഫ് 1 ട്രൂ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പി ഓഫ് 1 നമുക്ക് എടുക്കണം. അപ്പോൾ പി ഓഫ് 1 എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പി ഓഫ് 1 എടുക്കാം. തന്നിരിക്കുന്ന nth ടേമിൻ്റെ ആ ജനറൽ ഇക്വേഷനിൽ പി ഓഫ് 1 എന്നുള്ള രീതിയിലുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ പി ഓഫ് 1 ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 1ൻ്റെ ടൈം നമുക്കറിയാം, LHSഉം RHSഉം എടുക്കണം. അപ്പോൾ LHS എന്ന് പറഞ്ഞ് വരുന്ന ടൈം ഏതായിരിക്കും? ഈ കാണുന്ന ഫസ്റ്റ് ടൈം. പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ സിമ്പിൾസ് ഇട്ട് കഴിഞ്ഞാലാണ് ഓരോ ടൈം സെപ്പറേറ്റ് ചെയ്യാറ്. അപ്പോൾ പ്ലസ് ഇട്ട കാരണം കൊണ്ട് ഇതെന്താണ്? 1 divided by 1 into 2 എന്നുള്ളത് ഒരു ടൈമാണ്. അതേപോലെ തന്നെ 1 divided by 2 into 3 എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിവിടെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പി ഓഫ് 1, അപ്പോൾ അതിൻ്റെ LHS എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. LHS ദാറ്റ്സ് ഈക്വൽ ടു 1 divided by 1 into 2. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ ചെയ്യുക? 1 into 2 എന്ന് വെച്ചാൽ എന്താ വരിക? 2 ആണ് വരിക. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ വാല്യൂ 1/2 ആയിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 1 എന്നുള്ള രീതിയിൽ വാല്യൂ ഇട്ട് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ എന്ന്, ഈ LHSൻ്റെ വാല്യൂ തന്നെയാണോ RHSലും കിട്ടുന്നത്, റൈറ്റ് സൈഡിലും കിട്ടുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് നമ്മളുടെ RHS ഈക്വൽ ടു എന്താ വേണ്ടത്? ഈ എന്നിലെ n ഡിവൈഡ് നമ്മൾ ആൻസർ ആയിട്ട് ഈക്വൽ ടു അപ്പുറത്തുള്ള ആൻസർ ആയിട്ട് കിട്ടുന്ന n ഡിവൈഡ് ബൈ n plus 1 എന്നുള്ളതിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? n-ന് പകരം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 divided by 1 plus 1, അവിടെ n divided by n plus 1 ആയിരുന്നേ. 1 divided by 1 plus 1 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 1. മുകളിൽ 1 തന്നെ, അടിയിൽ എന്ത് കിട്ടി? 1 plus 1 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നോക്കി ഇവിടുത്തെ LHSഉം RHSഉം എന്തായിട്ട് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഈ LHSഉം RHSഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മളുടെ സ്റ്റേറ്റ് എക്സാമുകൾക്ക് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എല്ലാ എക്സാമുകൾക്കും നമുക്ക് തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. ട്രൂ ആവാത്ത രീതിയിലുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസും നമുക്ക് തരാറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഉത്തരം ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രോബ്ലത്തിലേക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? LHS ഈക്വൽ ടു നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ LHS ഈക്വൽ ടു RHS. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം പിടികിട്ടി എന്താണ്? അതിൽ നിന്ന് പിടികിട്ടിയ കാര്യം എന്താണ്? therefore P of 1 is true. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? P of 1 is true. നമ്മൾ എന്ത് ചെയ്തു? P of 1 എന്നുള്ളത് എന്തായിട്ട് കിട്ടി? ട്രൂ ആയിട്ട് എഴുതി.
അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി. പി ഓഫ് 1 ട്രൂ ആണ്, പി ഓഫ് എൻ എഴുതി. പി ഓഫ് എൻ എഴുതുന്നതായിരുന്നു ആദ്യത്തെ പരിപാടി. സെക്കൻഡ് പരിപാടി എന്തായിരുന്നു, പി ഓഫ് 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ പി ഓഫ് 1 എന്താണ്, ട്രൂ ആണ് നമുക്ക് മനസ്സിലായി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്, പി ഓഫ് കെ എന്നുള്ളത് എന്താണ്, അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് എന്ത്, പി ഓഫ് കെ എന്നുള്ളത് ട്രൂ ആണ്. അപ്പോൾ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ്, പി ഓഫ് കെ എന്ന് പറയുന്നത് ട്രൂ ആണ്, നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താവും നമുക്ക് എഴുതണ്ടേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയായിരിക്കും. നമ്മൾ തൊട്ടുമേലെ നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ടൈം ഉണ്ടല്ലോ, ഏതായിരുന്നു നമ്മളെ ജനറൽ ടൈം. ആ ജനറൽ ടൈമിന് നമുക്കൊന്നുകൂടി എടുത്തു വെക്കാം. കണ്ടോ, ആ ജനറൽ ടൈമിന് നമ്മളൊന്നുകൂടെ ഒന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജനറൽ ടൈം ഞാൻ അവിടെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ ജനറൽ ടൈം. അപ്പോൾ പി ഓഫ് കെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അസ്യൂം ചെയ്ത് വെക്കുക. അപ്പോൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, നമുക്ക് ആ ജനറൽ ടൈം പോലെ തന്നെ ആയിരിക്കും എന്താ ആൻസർ, പി ഓഫ് കെ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പി ഓഫ് കെ ഈക്വൽ ടു എന്താ വരിക, എൻ ഉള്ളിടത്തൊക്കെ എന്ത് വരണം, കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളുടെ ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് എന്താ വരിക 1 ഡിവൈഡഡ് ബൈ എന്ത് വേണം, ഈ എന്നിനെ പകരമൊക്കെ നമുക്ക് എന്ത് വേണം, കെ വരണം. നമ്മൾ കെ എന്ന് എഴുതുമ്പോൾ കെയിലാണ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം, 1 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1. ദാറ്റ്സ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. വളരെ സിമ്പിളായിട്ട് എവിടെയാണോ എന്നുള്ളത് ആ എന്നുള്ള പൊസിഷനിലൊക്കെ ആരെയാണ് ഇട്ട് കൊടുക്കുക, കെനെ ഇട്ട് കൊടുക്കുക. അത്ര വേണ്ട, വേറെ ഒന്നും വേണ്ട. എന്താണോ പി ഓഫ് എൻ എഴുതിയത് ആ പി ഓഫ് എൻ തന്നെയാണ് നമ്മൾ തൊട്ട് താഴേക്ക് എടുത്ത് എഴുതുന്നത്. അതിൽ എന്നിന് പകരം ആരെ ഇട്ട് കൊടുക്കണം, കെനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കെനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് തെളിയിക്കേണ്ടത് ആരെയാണ്, നമുക്ക് പി ഓഫ് കെ എല്ലാം നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്തതിന് ശേഷം ആ പി ഓഫ് കെയിൽ നിന്ന് പി ഓഫ് കെ പ്ലസ് 1നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ള ആളാരാണ്, പി ഓഫ് കെ പ്ലസ് 1. അപ്പോൾ നമ്മൾ പി ഓഫ് കെ പ്ലസ് 1ൻ്റെ കേസ് എഴുതാൻ പോവുകയാണെങ്കിൽ എന്താണ്, പി ഓഫ് കെ പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരണ്ടേ, 1 ബൈ 1 ഇൻറ്റു 2 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 3 പ്ലസ് 1 ബൈ 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് കെയുടെ ടൈം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കെയുടെ ടൈം കഴിഞ്ഞിട്ടാണ് കെ പ്ലസ് 1 ടൈം. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലംസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കെയുടെ ടൈം നമ്മൾ അതുപോലെ തന്നെ എഴുതി, കെ ഇൻറ്റു കെ പ്ലസ് 1. ആ എന്നിൽ സ്ഥാനത്തൊക്കെ ആരും ഇട്ട് കൊടുത്തു, കെനെയാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ കെ പ്ലസ് 1ൻ്റെ ടൈം വരുമ്പോൾ ഇനി ഒരു ടൈം കൂടി അഡീഷണൽ ആയിട്ട് വരും. അവിടെ കെക്ക് അവിടെ എന്നിന് പകരം ആറ്, ഇത് ഇവിടുത്തെ ഈ എന്നിന് പകരം നമ്മൾ അവിടെ ആരെന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, കെ പ്ലസ് 1 എന്ന് പറയുന്ന മുഴുവൻ ടൈമിന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞിടത്ത് എന്ത് വേണം, കെ പ്ലസ് 1. അപ്പോൾ ഒരു ബ്രാക്കറ്റ് കടന്നോട്ടെ, കെ പ്ലസ് 1. ആ എന്നിന് പകരം ഒരു കെ പ്ലസ് 1 എഴുതി. ഇനി വീണ്ടും അടുത്ത മറ്റേ ഈ എൻ പ്ലസ് 1ൻ്റെ ഒരു ബ്രാക്കറ്റ് എടുക്കണം, വലിയൊരു ബ്രാക്കറ്റ് ഇട്ടു. അതിലേക്ക് എന്നിന് പകരം എന്തിട്ട് കൊടുക്കണം, അവിടെയും കെ പ്ലസ് 1 എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പ്ലസ് 1 ഓൾറെഡി അവിടെ പ്ലസ് 1 ഉണ്ട്, ആ പ്ലസ് 1 അവിടെ ഇട്ട് കൊടുത്തു, ബ്രാക്കറ്റ് അടച്ചു. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. അപ്പോൾ നമ്മളുടെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, കെ പ്ലസ് 1 ടൈമിനെ മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. എന്താ പറയുക, കെയുടെ ഒരു ലെവൽ ഓഫ് കെയുടെ ആൾക്കാരുണ്ട് കണ്ടു. ഇത് മുതൽ ഇതുവരെയുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പി ഓഫ് കെയുടെ ആൻസറിനോട് തുല്യമാണ്. ഓക്കെ, ആ ഫുൾ ടൈമിന് പകരം നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ടുള്ള ആരെ എഴുതിയാൽ മതി, കെ ഇൻറ്റു കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1. അതായത് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 അത് മുതൽ 1 ഡിവൈഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമിന് പകരം ആരെ എഴുതിയാൽ മതി, കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 എന്നുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരാൻ ചെയ്യുന്ന കുറച്ച് പ്ലാനുകളാണെന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതാൻ പോകുന്നത്, ആ തൊട്ട് ടൈമിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ്. ഇത് ഈ ഫുൾ ആൾക്കാർക്ക് പകരം നമ്മൾ ഈ കെ എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ പകരം കെയുടെ റിസൾട്ട് ആയിട്ടുള്ള എന്താ എഴുതാൻ പോണേ, പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 എന്താ എഴുതണം, ഇതുവരെയുള്ള ഈ ഫുൾ ടൈം, ഇതുവരെയുള്ള ഈ ടൈമിന് പകരം നമ്മളുടെ ഈ കാണുന്ന കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അവിടെ ഇട്ട് കൊടുത്തു, കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ ആര് വന്നിട്ടുണ്ട്, കെ പ്ലസ് 1 എന്ന് പറഞ്ഞ ടൈമിൻ്റെ ആ വാല്യൂ വന്നിട്ടുണ്ട്. അതുകൂടി നമ്മളിവിടെ എഴുതി ചേർക്കുക. നമ്മൾ എല്ലാ പ്രോബ്ലത്തിനും സിമിലർ ആയിട്ട് തന്നെ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുക്കുകയാണ്, കെ പ്ലസ് 1 പിന്നെന്താണ് കെ പ്ലസ് 1 പ്ലസ് 1 എഴുതി കൊടുത്തു. അപ്പം ഇനി കാണും, ഇതാണ് നമ്മളുടെ ഷോർട്ടായിട്ട് ഫോമിലേക്ക് എത്തി. ഇതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഉണ്ട് ഒരു കെ പ്ലസ് 1 ബ്രാക്കറ്റുകൾ എന്നൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെയ്യാം, ഒരു ഭംഗിയിലാക്കി ഒന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാൻ എളുപ്പമല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ കെ പ്ലസ് 1കളെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാം. അപ്പോൾ നോക്കാം, പി ഓഫ് കെ പ്ലസ് 1
ഈക്വൽ ടു എന്താ വരിക കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ. അത് അതുപോലെ തന്നെ വലിയ അറേഞ്ച്മെൻ്റ് ഒന്നും നടത്താനില്ല. കെ ഡിവൈഡ് ബൈ കെ പ്ലസ് വൺ. ഇത് നോക്കി 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസിൻ്റെ ആവശ്യം, മൈനസ് ആണെങ്കിൽ മാത്രം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടോ. മൈനസ് ഇല്ലാത്ത കാരണം എന്ത് ചെയ്യാം കെ പ്ലസ് വൺ പ്ലസ് വൺ. അപ്പോൾ എന്ത് ചെയ്യാം കെ പ്ലസ് ടു എന്ന് എഴുതാം. അപ്പോൾ ബ്രാക്കറ്റിൽ കെ പ്ലസ് ടു. ഓക്കെ, ഇപ്പോൾ നോക്കിയൊക്കെ ഈ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലെവലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ഒറ്റ ടൈമിൽ, ഇത് 2 ടൈമായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്, ഒറ്റ ടൈമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ 2 ടൈമിൽ എടുക്കുന്ന ആൾക്കാരെ ഒറ്റ ടൈമിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇങ്ങനെ കിടക്കുന്ന ഈ 2 ടൈമുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ മുകളിലുള്ള കേന അടിയിലത്തെ ടൈമുണ്ട്, ഈ അടിയിലത്തെ ടൈമുണ്ട് നോക്കിയൊക്കെ നമുക്ക് ഈ കാണുന്ന അടിയിലത്തെ ടൈം കൊണ്ട് ഈ കെനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ 1നെ എന്ത് ചെയ്യുക, ഈ കെ പ്ലസ് വൺ കൊണ്ട് ഈ 1നെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക, ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇവിടെ ഒരു കെ ഉണ്ട്, ഈ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ, കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എഴുതിക്കൂടാ, കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു പ്ലസ് ഈ നടുവിലത്തെ പ്ലസ്. പിന്നെ എന്താണ് 1 ഇൻറ്റു കെ പ്ലസ് വൺ. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ 1 ഇൻറ്റു കെ പ്ലസ് വൺ പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടേണ്ടത്, കെ പ്ലസ് വൺ. ഒരു ബ്രാക്കറ്റ് കിടന്നോട്ടെ കേട്ടോ, കെ പ്ലസ് വൺ. ഓൾ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്, ഈ അടിയിലത്തെ 2 ഡിനോമിനേറ്ററും തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കെ പ്ലസ് വൺ ഇൻറ്റു എന്താ വേണ്ടേ, കെ പ്ലസ് വൺ. പിന്നെ എന്താ വേണ്ടത്, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടി. ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അത്ര ചെയ്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ മോളത്തെ ടൈമിൽ ഇത് കണ്ടു, ഇവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ 2 ടൈം ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ടൈമുണ്ട്, ഇവിടെ ഒരു ടൈമുണ്ട്. ഈ ടൈമിലും കെ പ്ലസ് വൺ ഉണ്ട്, ഈ ടൈമിലും കെ പ്ലസ് വൺ ഉണ്ട്. അപ്പോൾ 2 ടൈമിൽ നിന്ന് ഞാൻ ആരെ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്, കെ പ്ലസ് വണ്ണിന് എന്ത് ചെയ്യാൻ പോവാണ്, ഔട്ട് സൈഡ് എടുക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. ഒന്നുമില്ല, എന്ത് ചെയ്യണത്, ഇവിടെ കെ പ്ലസ് വണ്ണിനെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. എവിടെ നിന്ന് ഔട്ട് സൈഡ് എടുക്കണേ, ഇവിടെ ഒരു കെ പ്ലസ് വണ്ണും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു കെ പ്ലസ് വൺ ഉണ്ട്. അപ്പോൾ 2 ടൈമിൽ നിന്ന് ഔട്ട് സൈഡ് എടുത്തപ്പോൾ ബാക്കി ഇവിടെ ബാലൻസ് ആരുണ്ട്, കെ ഉണ്ട്, കെ പ്ലസ് ടു ഉണ്ട്. അപ്പോൾ ഇവിടെ കെ ഇൻറ്റു കെ പ്ലസ് ടു പ്ലസ് നോക്കി നമ്മളിവിടുന്ന് കെ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ അവിടെ ഒന്നുമില്ല എന്നാണോ, അല്ല, അവിടെ ആരുണ്ട്, ഒരു നമ്പറിന് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആരുണ്ട്, 1 ഉണ്ട് ഓൾറെഡി ബാലൻസ്. അപ്പോൾ ഈ കെ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുത്ത കാരണം കൊണ്ട് അവിടെ ബാലൻസ് ആരുണ്ട്, 1 ഉണ്ട്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ നേരത്തെ ആൾക്കാർ അതുപോലെ തന്നെ എഴുതാൻ പോകണം. എന്താണ്, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. ഓക്കെ, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളതിനവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളതിനെ മാറ്റാൻ പോവുകയാണ്. ഇനി എന്ത് ചെയ്യാം, മുകളിലും അടിയിലും ഓരോ ആൾക്കാർ എക്സ്ട്രാ കൂടി വന്നിട്ടുണ്ട്. നോക്കിക്കേ, മുകളിലും അടിയിലും ആരുണ്ട്, കെ പ്ലസ് വൺ ഉണ്ട്. നമ്മളറിയാം ഒരു ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മുകളിലും അടിയിലും ഒരേപോലെയുള്ള നമ്പേഴ്സ് വന്നാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ആ കെ പ്ലസ് വണ്ണ് അധികമായിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ കെ പ്ലസ് വണ്ണിനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു നമ്മുടെ ആൻസർ എന്തായിട്ട് മാറി, കെ ഇൻറ്റു, അപ്പോൾ ഇത് വേണമെങ്കിൽ നോക്കി നോക്കാം, കെ ഇൻറ്റു കെ പ്ലസ് ടു പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി, ബാലൻസ് ബാക്കി ആരൊക്കെ ഉണ്ട്, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ബാക്കി. അപ്പോൾ നമ്മൾ ഇനി പുറത്തൊരു കെ എടുക്കുന്നുണ്ട്, ഇത് ഈ കെ പ്ലസ് ടു എന്ന് പറയുന്നതിൻ്റെ പുറത്തായിട്ടൊരു കെ എടുക്കുന്നുണ്ട്. ഈ കേനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഈ കേനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, ഈ കേനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഈ കേനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഈ കേനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ നിർത്തും, ആ 2നെ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള ഐഡിയ മറന്നു പോകും. അപ്പോൾ നമ്മൾ ആൻസറിൽ തന്നെ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഒരു സാധനത്തിന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ ബ്രാക്കറ്റിൽ എടുക്കുന്ന ഫുൾ ടൈമിന് ആ കെ കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ കേനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്കറിയാം ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ കെ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 2k പ്ലസ് 1 2k പ്ലസ് 1. ഓക്കെ ആണോ, കെ ഇൻറ്റു കെ സ്ക്വയർ. അപ്പോൾ കെ ഇൻറ്റു കെ സ്ക്വയർ, കെ ഇൻറ്റു 2k, പിന്നെ ഓൾറെഡി അവിടെ പ്ലസ് ഉള്ള 1 ഉണ്ട്, അപ്പോൾ 1 അങ്ങനെ തന്നെ എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഓക്കെ ആണോ, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഏറെക്കുറെ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഇനി നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അറേഞ്ച്മെൻറ്റ് മാത്രം. നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു പ്രോബ്ലത്തിൽ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ, നമുക്കറിയാം
കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. ആ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 അത് എന്തിൻ്റെയാണ്? കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയറിൻ്റെ എന്താ പറയുക ഇലാബറേറ്റ് ആയിട്ടുള്ള ഫോമാണ് ഇത് കാണുന്നത്. കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്നുള്ള അതിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ആ രീതിയിൽ നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതുന്ന സമയത്താണ് കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്നുള്ള രീതിയിൽ എഴുതുക. കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ് എന്ത്? കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്നുള്ളതിനാണ് നമ്മൾ കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ റിപ്പീറ്റ് പറയില്ല. ഡൗട്ടുള്ളവർ ആ പോയിന്റ് ആ ക്വസ്റ്റ്യൻ പോയിട്ടൊന്ന് നോക്കുക അതെങ്ങനെ വന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്താണ് കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ പി ഓഫ് കെ പ്ലസ് 1. ഓക്കെ, ഇനി പി ഓഫ് കെ പ്ലസ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്താറായി തുടങ്ങി. ഇതിൽ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇവിടെ ഒരു കെ പ്ലസ് 1 ഉണ്ട്, ഇതിൽ 2 കെ പ്ലസ് 1 ഉണ്ട്. ഈ സ്ക്വയർ ഇട്ട് എഴുതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എക്സിനെയാണ് എക്സ് സ്ക്വയർ എന്ന് പറയാം. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു വൈനെയാണ് നമ്മൾ വൈ സ്ക്വയർ എന്ന് പറയുക. അതേപോലെ തന്നെ കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ അവിടെ എന്താ മീൻ ചെയ്യുന്നത്? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? പി ഓഫ് കെ പ്ലസ് 1 എന്തെഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1. ഞാനൊന്നൊരു ഡീറ്റെയിൽ ആയി എഴുതിയെന്ന് മാത്രം. ഓൾ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഓക്കെ, അപ്പോൾ നോക്കിയൊക്കെ അടിയിലും മുകളിലും തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ അടിയിലും മുകളിലും ആര് വന്നിട്ടുണ്ട്? കെ പ്ലസ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടൈമിലും വന്ന കാരണം കൊണ്ട് അവരെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ട് നമ്മളെ ആൻസറിൽ? ഒന്ന് നോക്കി ബാക്കി ആരൊക്കെ ഉണ്ട്? ബാക്കി ആരൊക്കെ ഇനി വരാൻ പോകുന്നത്? കെ പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? കെ പ്ലസ് 2. കെ പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ കെ പ്ലസ് 2. ഇത് നമ്മളെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിലല്ല നമ്മൾ ആൻസർ കിടക്കുന്നത്. നമ്മൾ ആൻസർ കിടക്കുന്നത് ഏത് രീതിയിലാണ്? നമുക്കൊന്ന് നോക്കി നോക്കാം ഏത് രീതിയിലാണ് നമുക്ക് ഫൈനൽ ആൻസർ എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ എന്താണ്? പി ഓഫ് എൻ എന്താ വരുന്നത്? എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ കെയുടെ ടൈമിൽ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരുന്നേ? കെയുടെ ടൈമിൽ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരുന്നു? എന്നെ പറയാൻ അവിടെ ആര് വരണം? കെ പ്ലസ് 1 വരണം. അപ്പോൾ കെ പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 പിന്നെന്താ വരിക? പ്ലസ് 1. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ആരെന്നെ കിട്ടേണ്ടതായിരുന്നത്? ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടേണ്ടത് ഉണ്ടായിരുന്നത്. നമ്മളൊരു അസ്യൂം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ എന്നിൻ്റെ ടൈം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എന്നിന് പകരം കെ പ്ലസ് 1 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ബ്രാക്കറ്റിൽ സൈഡിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ആൻസർ കാണുമ്പോൾ തന്നെ നമ്മൾ ആൻസർ ഒന്ന് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിന് പകരം എൻ ബൈ എൻ പ്ലസ് 1 എന്നുള്ള രീതിയിൽ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്തു. അടിയിലും അതേപോലെ തന്നെ എൻ പ്ലസ് 1 പകരം കെ പ്ലസ് 1 പ്ലസ് 1 എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇനിയിപ്പോൾ ആ ഫോർമാറ്റിലേക്ക് ഇതിനൊന്ന് മാറ്റി എഴുതുന്നത് എന്താ? മുകളിലുള്ളത് കെ പ്ലസ് 1 ആണ്, ഇവിടെയും മുകളിലുള്ളത് കെ പ്ലസ് 1 ആണ്. അടിയിൽ നമുക്ക് വേണ്ടത് എന്താണ്? കെ പ്ലസ് 1 പ്ലസ് 1 എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്കിവിടെ കിടക്കേണ്ടത് എന്താണ്? കെ പ്ലസ് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയൊരു ചേഞ്ച് വരുത്തുക. എന്ത് ചെയ്യേണ്ടത്? ആ കെ പ്ലസ് 2ന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുക? കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1. നമ്മൾ ആൻസറിൽ വലിയ വ്യത്യാസം വന്നു. കെ പ്ലസ് 2 തന്നെയാണ് ഇവിടെ മാറ്റി എഴുതിയപ്പോൾ ഒരു വ്യത്യാസം വന്നത്. പക്ഷെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യണു? ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇതാണ് പലർക്കും തെറ്റുപറ്റാറ്. അപ്പോൾ ഒന്നും നമ്മൾ ആദ്യമേ തന്നെ എൻ്റെ ആൻസർ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെക്കുക. ആ ഫൈനൽ ആൻസർ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഫുൾ ടൈമിൽ നമ്മൾ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടതായിരുന്നത്. അപ്പോൾ പി ഓഫ് കെ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഫൈനൽ ആൻസറിന് എത്തിച്ചു. അത് കാരണം നമുക്ക് പറയാം എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ദെയർഫോർ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയ കാരണം കൊണ്ട് പി ഓഫ് കെ ഈസ് therefore p of k is also true. അപ്പോൾ പി ഓഫ് എന്ത് കിട്ടി? കെയും ട്രൂ ആയി, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയി. therefore തൊട്ട് താഴെ നമ്മൾ എന്ത് എഴുതണം? ദ ഗിവൺ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രൂവ്ഡ് ബൈ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കെയുടെ സ്റ്റെപ്പുകൾ
ഈ നമ്മൾ K+1 എടുക്കുന്ന സമയത്ത് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഈ ഒരു സെക്ഷനിൽ മാത്രം നമുക്ക് ചെറിയൊരു ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എന്ത് ചെയ്യേണ്ടത്, ആ K+1 ആ ഫുൾ ടൈമിന് പകരം Kയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ അവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മളവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതിന് ശേഷം കോമൺ ആയിട്ട് രണ്ടാൾ K+1 വന്നു. അപ്പോൾ K+1 ഔട്ട് സൈഡ് എടുത്തു. ആ ഔട്ട് സൈഡ് എടുത്തതിന് ശേഷം എന്ത് വന്നു, അടിയിലും മുകളിലും K+1 വന്നു. അപ്പോൾ രണ്ടിനും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാലൻസ് ഉള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് Kനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. Kനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത്, K² + 2K+1 ഓൾ ഡിവൈഡ് ബൈ K+1 K+2 എന്ന് കിട്ടി. അപ്പോൾ ഈ K² + 2K+1 എന്ന് പറഞ്ഞാൽ K+1 ദി ഹോൾ സ്ക്വയറിൻ്റെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഫോമാണ്. അപ്പോൾ ഈ ഫോമിന് നമ്മൾ എന്ത് ചെയ്തി, K+1 ദി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി. അപ്പോൾ K+1 ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ K+1 ഇൻറ്റു K+1നെയാണ് നമ്മൾ K+1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുക. അപ്പോൾ K+1 കിട്ടി, അടിയിലൊരു K+1 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് K+1 നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ബാലൻസ് K+1 ഡിവൈഡ് ബൈ K+2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യേണ്ടത്, ആ K+2നെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഗിവൺ എന്നിൻ്റെ ഫോർമാറ്റിലേക്ക് ഒന്ന് ചെറിയ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ K+2നെ K+1 + 1 എന്നുള്ള ഫോർമാറ്റിൽ എഴുതി. അത് എഴുതിയോടുകൂടി നമുക്കൊരു കാര്യം പിടികിട്ടി. എന്താണ്, നമ്മൾ ഫൈനൽ ആൻസർ കിട്ടി, നമുക്ക് സന്തോഷമായി. P(K+1) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു കാര്യം പറയുകയാണ്, P(K+1) എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അത് കാരണം കൊണ്ട് P(K) എന്താണ്, ട്രൂ ആണ്. അപ്പോൾ P(K+1) ട്രൂ ആയി, P(K) ട്രൂ ആയി, അതുപോലെ തന്നെ P(1) ട്രൂ ആയി. അതിന് മുമ്പ് P(N) എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, 3 സ്റ്റെപ്പ് എഴുതി. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളും കറക്റ്റായി വന്ന കാരണം കൊണ്ട് ദ ഗിവൺ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, the given mathematical experiment അല്ലെങ്കിൽ given mathematical statement is true for all n and by the principle of mathematical induction. Principle of mathematical induction ഉപയോഗിച്ച് നമ്മൾ ഈ തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്തു. ഈ പ്രൂവ് ചെയ്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടി, ചുരുങ്ങിയതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 മാർക്ക് ഈ +1 നടക്കുന്ന ഫോക്കസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എക്സാമിന് കിട്ടി.